വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ ഓണപരീക്ഷ വരുന്നുണ്ടോ നിങ്ങളെ? അതിനകത്തിലെ ഒറ്റയടിക്ക് എന്തായാലും നമുക്ക് 4 ചാപ്റ്റർ പ്രധാനപ്പെട്ടതെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇടാൻ പറ്റത്തില്ല അല്ലേ. 4 ചാപ്റ്റർ ഉണ്ട്. അപ്പം അതിനകത്തിലേക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5-6 മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെയൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഒരു ഉറപ്പുമില്ല നിങ്ങളെ, കാരണം പുതിയ പുസ്തകമാണ്, പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യനൊക്കെയാണ്. അതുകൊണ്ട് ഏത് ക്വസ്റ്റ്യൻ എങ്ങനെ വരുമെന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ടെസ്റ്റിലെ ഓരോ കണക്കുകളും എങ്ങനെയൊക്കെയാണെന്ന് ഓരോ മോഡലുകൾ നോക്കാം. നമ്മുടെ 1ാമത്തെ പാഠത്തിനകത്തിലെ മാർക്ക് ഈച്ച് ഓഫ് ദ ഫ്രാക്ഷൻസ് ബിലോ ആസ് പാർട്ട് ഓഫ് എ സർക്കിൾ ആൻഡ് കളർ ദ പിക്ചർ. നമ്മുടെ ടെസ്റ്റിനകത്തിൽ കുറേ പടങ്ങളൊക്കെ കൊടുത്ത് വരയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളോട് പറയുക, ഒരു ഉദാഹരണം പറയുമോ നിങ്ങളെ, 4-3 നിങ്ങളെ വരച്ചൊന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും? 4-3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് സർക്കിൾ വരയ്ക്കാൻ പറയുവാണെങ്കിൽ സർക്കിൾ തന്നെ വരച്ചോണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തുല്യമായിട്ട് എന്തെടുക്കണം? 4 ഭാഗങ്ങൾ എടുക്കണം. 1, 2, 3, 4. കണ്ടോ? 4-3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 4, 1, 2, 3. ഇതാണ് ഈ താഴെ കൊടുക്കുന്നത്. മീൻസ് ഇത് അംശമെന്നും ഇത് ഛേദമെന്നും പറയും. ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നോക്കിക്കോണേ നിങ്ങളെ. വരയ്ക്ക് മുകളിൽ കിടക്കുന്നതിനെ അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ, സ്പെല്ലിങ് അറിയണേ നിങ്ങളെ. ന്യൂമറേറ്റർ ചില ആരാ ക്വസ്റ്റ്യൻ ഇടുന്നതെന്ന് അറിയത്തില്ലോ, ചിലപ്പോൾ ചോദിച്ചാലോ. ന്യൂമറേറ്റർ വരയ്ക്ക് താഴെയാണെങ്കിൽ ഡിനോമിനേറ്റർ എല്ലാവരും അറിയാവുന്നൊക്കെ പറഞ്ഞിരിക്കുമെന്ന് എഴുതാൻ പറയുമ്പോഴാണ് അല്ലേ. ന്യൂമറേറ്റർ എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? അംശം എന്നാണ്. അംശം. ഡിനോമിനേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഛേദം. അപ്പം നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് നോക്കിക്കേ. മൊത്തം എണ്ണം എത്രയാണെന്ന് അറിയുന്നതാണ് ഈ താഴെ കിടക്കുന്നത്. വരയ്ക്ക് താഴെ കിടക്കുന്നത് മൊത്തം എണ്ണം. അതിപ്പോൾ നമ്മളൊരു സർക്കിൾ വരച്ചോ ഏത് ഷേപ്പ് വേണമെങ്കിലും വരച്ചാലും മൊത്തം എന്ന് പറയുന്നതിനാവും നിങ്ങളെ എന്ത് പറയുന്നത്? ഈ താഴെ തന്ന 4. അപ്പോൾ നോക്കിയേ, 1, 2, 3, 4 മൊത്തം എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി എത്രനാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്? 3 ഭാഗത്തിന് ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇത് ഇത്രയേ ഉള്ളൂ. ഇനി അത് വട്ടത്തിലായാലും കേട്ടോ, വൃത്തം എന്ന് വെച്ചാൽ സർക്കിൾ ആയാലും എന്തായാലും അതതുപോലെ മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു സർക്കിളാണെന്ന് വെച്ചു. അപ്പോൾ ഇതിപ്പോൾ ഒരു വൃത്തമാണ്. വൃത്തത്തിനെ തുല്യമായിട്ട് 4ആയിട്ട് ഭാഗിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കറിയാം. നേരെ താപ്പോട്ടും നേരെ ഇങ്ങോട്ട് പോയാൽ തുല്യ 4 ഭാഗങ്ങളായി അല്ലേ. 4 എണ്ണം ഉണ്ടോ നോക്കി. 1, 2, 3, 4 4 ഉണ്ടല്ലോ. ഇതിനെ എത്ര? 4-3 ഭാഗം എന്ന് വെച്ചാൽ എന്താ? ഇത് 1 അല്ലേ, ഇത് 2, പിന്നെ ഇത് 3. കണ്ടോ? അപ്പോൾ ഇതെന്താ? ഇത് ഇനി പച്ച കളർ ഷെയ്ഡ്. നമുക്ക് 1ാമത്തെ പാഠത്തിൽ നമ്മളിതൊക്കെ പഠിച്ചതാ. പച്ചയ്ക്ക് കളർ കൊടുക്കൂ, നീലയ്ക്ക് കളർ കൊടുക്കൂ, ഓർമ്മയുണ്ടോ? അതൊക്കെ നമ്മൾ പഠിച്ചതാ, അറിയാമല്ലോ. അപ്പോൾ ഇവിടെ നോക്കിക്കോ നിങ്ങളെ, നമ്മളോട് ചോദിച്ച ചോദ്യം നോക്കണേ. വൃത്തങ്ങൾ വരച്ച് ചുവടെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെ അടയാളപ്പെടുത്തി നിറം കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൃത്തങ്ങൾ വരച്ച് ചുവടെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തി. ഇവിടെ നോക്കണേ നിങ്ങളെ, 3/8 ആണ്. ഇതെങ്ങനെ നമ്മൾ വൃത്തം വരച്ച് അടയാളപ്പെടുത്തുമെന്നാണ് നമുക്കറിയേണ്ടത്. ഒരു വൃത്തം അല്ലെങ്കിൽ ഒരു സർക്കിൾ എന്ന് നിങ്ങൾ കേൾക്കുമ്പോഴേ കേട്ടോ, വൃത്തം വരയ്ക്കൂ അല്ലെങ്കിൽ സർക്കിൾ വരയ്ക്കും. ഞാൻ ഈ രണ്ടും പറയുന്നത് 2 മീഡിയക്കാരും കാണുന്നുണ്ടായിരിക്കും അല്ലേ. ഇംഗ്ലീഷ് മീഡിയക്കാരും മലയാളം മീഡിയവും കാണുന്നുണ്ടായിരിക്കും കുഞ്ഞുങ്ങളെ. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ടും പറയുന്നത്. വൃത്തം അല്ലെങ്കിൽ സർക്കിൾ വരച്ചിട്ട് എഴുതാൻ ചോദിച്ചാൽ അതാ 2 രീതിയിലും ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയേക്കുന്നത്. അടയാളപ്പെടുത്തി വെച്ചാൽ വൃത്തം എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ എത്ര ഓർത്തണം? 360 ഡിഗ്രിയാണ് ഒരു വൃത്തം എന്ന് പറയുന്നത്. എത്ര കുഞ്ഞുങ്ങളെ? 360 ഡിഗ്രിയാണ് ഒരു വൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നോക്കിയേ, 3/8 എന്നാ പറഞ്ഞിരിക്കുന്നത്. എത്ര കുഞ്ഞുങ്ങളെ? 3/8 നിങ്ങൾ ഈ വൃത്തത്തിൽ വരച്ചിട്ട് എഴുതാൻ. ഇതിനകത്തിൽ എങ്ങനെ നമ്മൾ 3 ഏതാ 8 ഏതാ എങ്ങനെ കണ്ടുപിടിക്കും? അതായത് ഞാൻ പറഞ്ഞില്ലേ, സർക്കിൾ എന്ന് കേൾക്കുമ്പോഴേ എത്ര കുഞ്ഞുങ്ങളെ? 360 കേട്ടോ. ആ 360നെ നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന ഡിനോമിനേറ്റർ, അതായത് ഛേദം കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. എന്താവും നിങ്ങളെ? ഇവിടെ സർക്കിൾ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞെങ്കിൽ ഒരു സർക്കിളിൻ്റെ മെഷർ എന്ന് പറയുന്നത് 360 അതിന് യാതൊരു മാറ്റവും ഇല്ല. 360 മനസ്സിലായോ? ആ 360നെ നമുക്കിവിടെ തന്ന ഛേദം, അതായത് ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നോ അതായിരിക്കും ഇവിടെ വരയ്ക്കേണ്ടത്. ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ കിട്ടിയേ? 360നെ സംശയം ഉണ്ടെങ്കിൽ 360നെ അവിടുത്തെ ഛേദം എത്രയാണെന്ന് നോക്ക്. 8 ആണ് കേട്ടോ. 8ൻ്റെ ടേബിൾ ചെല്ലിയേ. 1 8 8, 2 8 16, 3 8 24, 4 8 32, 4 8 32 അല്ലേ. 3 3 6 2 പോയാൽ 4 അല്ലേ. 4 ആണ്. അപ്പം 40. ഈ 0 താത്തിറക്കുന്നതാണേ 0 കേട്ടോ. 3 3 പോയാൽ 0. അത് എഴുതേണ്ട കാര്യമില്ല.
ഇനി 8ൻ്റെ ടേബിൾ ചെല്ലുമ്പോൾ 40 വരുന്നുണ്ടോ? 8ൻ്റെ ടേബിൾ ചെല്ലുമ്പോൾ 40 വരുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഉണ്ട് അല്ലേ? എത്ര? 5 8 5 8 40. ഓക്കെ, അപ്പോൾ 0 വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ നിർത്തുക എന്ന്. അപ്പോൾ എത്ര നമുക്ക് കിട്ടിയ? 45. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഒരു സർക്കിളാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യണം കുഞ്ഞുങ്ങളെ? നമ്മൾ പൊട്രാക്ടർ എടുത്തിട്ട്, എല്ലാവർക്കും ഉണ്ടല്ലോ ഈ ഒരു സാധനം, ഇതിനെയാണ് പൊട്രാക്ടർ എന്ന് പറയുന്നത്. ഇതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ ഈ സർക്കിൾ വരയ്ക്കാൻ അറിയാമല്ലോ, അത് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ആദ്യമേ ഒരു കോമ്പസ് എടുക്കുകയാണെങ്കിൽ, കോമ്പസ് ഇതാണ്. ഈ കോമ്പസിൽ എപ്പോഴും ഈ കോമ്പസിനേക്കാൾ ചെറിയ പെൻസിലേ ഇടാവൂ. കോമ്പസിനേക്കാൾ ചെറിയ പെൻസിലേ ഇടാവൂ. ഇതുപോലെ വലിയ പെൻസിൽ ഇട്ടാൽ നിങ്ങളിത് എന്താ വരയ്ക്കുമ്പം ഇത് കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താ, നിങ്ങൾ ആ 2-3 ഷീറ്റ് പേപ്പർ മൊത്തം വട്ടം വരച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളത് എപ്പോഴും എന്താവും, നിങ്ങളെ വീട്ടുകാർ കേൾക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കോമ്പസ് നല്ലതുപോലെ മുറുക്കി, ഒരു കൊച്ച് എന്ന് വെച്ചാൽ കോമ്പസിനേക്കാൾ ചെറിയ ഇത്രയുള്ള ഒരു പെൻസിൽ മാത്രമേ കോമ്പസിലിട്ട് കൊടുക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മൾ ഈ കോമ്പസ് ഇങ്ങനെ പിടിച്ച് വരയ്ക്കുമ്പം ഇതിന് നീളമുള്ളതുകൊണ്ട് അത് എന്താ കിടന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്തു അത് തെറ്റിപ്പോവും കേട്ടോ. ബുക്ക് നോക്കുമ്പോൾ അറിയാം, ഒരു സർക്കിൾ നിങ്ങളൊന്ന് വരയ്ക്കാൻ പറയണേ അപ്പം അറിയാം കേട്ടോ. അതുകൊണ്ട് അതിനുവേണ്ടി അത്രയും സമയം അങ്ങ് വേസ്റ്റ് ആവും. അതുകൊണ്ട് ഏറ്റവും ചെറിയ ഒരെണ്ണം ആദ്യമേ ഇട്ട് കൊടുക്കുക. പിന്നെ ഇൻസ്ട്രോം ബോക്സ് മസ്റ്റായിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് കൊണ്ടുപോകണേ കുഞ്ഞുങ്ങളെ, മറക്കല്ലേ. മാത്സിൻ്റെ ടൈം ടേബിൾ ഏത് ദിവസമാണ് ടൈം ടേബിൾ ആദ്യമേ കറക്റ്റായിട്ട് പഠിക്കുക. ഏത് ദിവസമാണ് മാത്സ് നോക്കുക. ഇൻസ്ട്രോം ബോക്സിനകത്തിൽ ബോക്സ് കൊണ്ടുപോയാൽ പോരാ, അതിനകത്തിൽ ഇൻസ്ട്രുമെൻറ്റ് വേണം. ബോക്സ് മാത്രം ഒക്കെ എടുത്തോണ്ട് പോകില്ല, അതിനകത്തിൽ കോമ്പസും പൊട്രാക്ടറും ഒക്കെ വേണം കേട്ടോ. അപ്പം നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുക? ഒരു വൃത്തം വരയ്ക്കുക, ഒരു സർക്കിൾ വരയ്ക്കുക. വരച്ചിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ നമ്മൾ ഈ സെൻറ്ററിൽ നിന്നും നേരിട്ട് ഒരു വര അങ്ങ് വരയ്ക്കുക. സെൻറ്ററിൽ നിന്നും നേരിട്ട്, ഇതൊക്കെ നമ്മൾ നേരത്തെ 1ാമത്തെ ചാപ്റ്റർ പഠിച്ച, എന്നാലും ഞാൻ പറയുക, ഇത് സെൻറ്ററാണ്. ഈ സെൻറ്ററിൽ നിന്നും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പൊട്രാക്ടർ, ഈ 45 എങ്ങനെയാണെന്നേ പൊട്രാക്ടർ എന്ന് വെച്ചാൽ ഇത് ഒരുപാട് ആംഗിളുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് ഞാൻ ഒറ്റ ഒരെണ്ണത്തിൽ അങ്ങ് പറയാമെന്ന് വിചാരിച്ച. നോക്കിക്കേ, ഉണ്ട് നമ്മുടെ ഈ 0 കാണുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഏതാണ്ട് ഈ സൂര്യനുണ്ടല്ലോ, ഇതിപ്പോൾ നിങ്ങളുടെയൊക്കെ കോമ്പസ് ഈ സൂര്യനായിരിക്കത്തില്ല, ചിലപ്പോൾ ചന്ദ്രനും ശുക്രനും ഒക്കെ ആയിരിക്കും. അത് ഈ നടുക്ക് കാണപ്പെടുന്ന ഈ കുത്ത് കാണാൻ പറ്റുന്നുണ്ടല്ലോ കോമ്പസ്. ഞാൻ ഇവിടെ നിങ്ങളിവിടെ ഇച്ചിരി വലിയ കുത്തിട്ടോ കേട്ടോ. അപ്പോൾ അത് നമ്മൾ വെക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, കാണാൻ പറ്റുന്നുണ്ടോ? എന്നിട്ട് ഈ വര നമ്മുടെ 0 തന്നെ ഇരിക്കണം. ഏതാ കുഞ്ഞുങ്ങളെ? തലതിരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. 0 തന്നെ ഇരിക്കണം. ഇപ്പം മനസ്സിലായോ? 0 എവിടെ? അതാണ്ട് ഈ 0 വേണം ഇത് ഇങ്ങോട്ടിരിക്കാൻ. എന്നിട്ട് 45 എന്ന് പറയുന്നത് 40നും 50നും ഇടയ്ക്കുള്ള വലിയ വരയാണ് 45. എന്താവും നിങ്ങളെ? 40നും 50നും ഇടയ്ക്കുള്ള വലിയ വരയാണ് 45. എന്നിട്ട് ഇവിടെ വരും കണ്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ നേരെ ഇതുകൊണ്ട് തന്നെ അങ്ങ് വരച്ചോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. എന്ത് ചെയ്യുക? നേരെ തണ്ടി ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന്, നമുക്ക് ഇങ്ങോട്ട് വേണ്ടല്ലോ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. മനസ്സിലായോ? എത്ര കിട്ടി? 45. എത്ര കുഞ്ഞുങ്ങളെ? 45. ഇനി അതുപോലെ എന്ത് ചെയ്യണം? അവിടെ വെച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യണം? 45. ഈ 45 എടുക്കുന്നാണ്ട് ഈ 0 എല്ലാവർക്കും ഇത് തണ്ടി 0 തന്നെ വെക്കണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക? 40നും 50നും ഇടയ്ക്കുള്ള വലിയ വര എവിടാന്ന് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നോക്കിയേ, അത് നേരെ വരും. എന്തോന്നറിയോ? ഒരു റൈറ്റ് ആംഗിൾ, അതൊക്കെ നിങ്ങൾക്ക് അറിയാമോ കുഞ്ഞുങ്ങളെ? നേരെ ഇരിക്കുന്ന ആംഗിളെ നമ്മളെന്താ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലെ മട്ട ത്രികോണം എന്ന് പറയുന്നു. അപ്പോൾ ഇത് നേരെ വന്നപ്പോഴേ ഇവിടെ 45 അല്ലേ കുഞ്ഞുങ്ങളെ? ഇതിന് ഞാനൊരു എളുപ്പവഴി അറിയാം. 45 വരുന്നെങ്കിലുണ്ടല്ലോ, അതാണ്ട് ഇത് നേരെ വരും കേട്ടോ. ഇത് നേരെ വരും കേട്ടോ. ഇത് നേരെ വരും. ഇനി ഇവിടെ ദാണ്ട് ഇങ്ങോട്ട് ഒരെണ്ണം വരും. ഇത് നിങ്ങൾ അളന്ന് തന്നെ വരയ്ക്കണം. ഞാനിങ്ങനെ കാണിച്ചെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതരുത്. കാരണം എന്താണെന്നോ കുഞ്ഞുങ്ങളെ? ഇത് 45 ആണെങ്കിൽ ഇവിടെയും 45 അല്ലേ? അപ്പോൾ എന്താ 90 അല്ലേ? 90 വരുന്നുണ്ട് അല്ലേ? 90. അപ്പം 90 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ ഇതിൻ്റെ 1/4 ഭാഗത്തോളമായി അല്ലേ? അടുത്തതാണ് ഇങ്ങോട്ട് അത് കേട്ടോ. മനസ്സിലാക്കി. അല്ലെങ്കിൽ നിങ്ങൾ പൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ വെച്ച് 45 എടുക്കുക, ഇവിടെയും വെച്ച് 45 എടുക്കുക, ഇവിടെയും വെച്ച് 45 എടുക്കുക, ഇവിടെയും വെച്ച് 45 എടുക്കുക, 45 45 അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എത്ര? 8 ഭാഗമായിട്ട് കിട്ടി. നമ്മുടെ അടുത്ത് 8 കണ്ട, ഈ 8 ഭാഗം കിട്ടി. മനസ്സിലാകുന്നു? 8 വന്നത് 45 പൊട്രാക്ടറിൽ എടുത്ത് വരയ്ക്കുമ്പോഴാണേ. ഓക്കെ, എന്നിട്ട് ഇനി 3 ഭാഗത്തിന് ഷെയ്ഡ് കൊടുക്കാൻ. 8ൽ 3 ഭാഗം നമ്മളോട് എന്താ അടയാളപ്പെടുത്തി നിറം കൊടുക്കുക എന്ന്. 3 ഭാഗത്തിന് ഷെയ്ഡ് കൊടുക്കുക നോക്കിയേ. ഒന്നുകിൽ നമുക്ക് ഇത് 3 എണ്ണത്തിന് കൊടുക്കാം.
നിങ്ങളൊക്കെ നല്ല എന്താ സ്കെച്ച് പെന്നൊക്കെ ഇല്ലേ നിങ്ങളുടെ വീട്ടിലല്ലേ? ഇപ്പോൾ എല്ലാവരും ബുക്കും പുസ്തകമൊക്കെ എല്ലാ വർഷവും മേടിക്കാൻ പോകുമ്പോൾ കുട്ടികൾക്ക് സ്കെച്ചും പെന്നും അല്ലേ, ക്രയോൺസും എന്തൊക്കെയാ ഇല്ലയോ? എത്ര രൂപയാണ് ഒരു വർഷം സ്കൂൾ തുറക്കുമ്പോൾ പൊട്ടുന്നതില്ലേ? പക്ഷേ ഇതൊക്കെ ഒരാഴ്ചത്തേക്കേ ഉള്ളൂ. ക്രയോണും സ്കെച്ചും ഒക്കെ ഒരാഴ്ചയേ ഉള്ളൂ. പിന്നെ എന്ത് ചെയ്യുന്ന ആരോടും ചോദിക്കരുത്. കണ്ടോ, ഇങ്ങനെ വരും. ഇതെങ്ങനെയാണെന്ന് നല്ലപോലെ മനസ്സിലാക്കണം. ഇതേ മോഡൽ കാണും, ഇതായിരിക്കത്തില്ല, ഇതേ മോഡൽ കാണും. അപ്പം നല്ലപോലെ നോക്കി പഠിച്ചോണേ. അടുത്തത് നോക്കൂ നിങ്ങളെ, 5/12. 5/12 എന്ന് കേൾക്കുമ്പോഴേ നമ്മളോട് വൃത്തം വരച്ച് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സർക്കിൾ വരയ്ക്കുക. അപ്പോൾ എത്ര? 360. വൃത്തമെന്ന് കേൾക്കുമ്പോഴേ 360. താഴെ തന്ന ഡിനോമിനേറ്ററിനെ ഡിവൈഡ് ചെയ്യുക. 360നെ നമ്മൾ 12 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വല്ലോ അറിയാമോ നിങ്ങളെ? 12 3 36 കേട്ടോ. 12 3 36. പിന്നെ നോക്കിക്കേ, ഇവിടെ ഒരു 0 വരും. അതെന്തോ ചെയ്യും നിങ്ങളെ? അതെന്തോ ചെയ്യും? ഇവിടെ ഈ 3 3 പോയാൽ 0, 6 6 പോയാൽ 0. അപ്പോൾ ഈ 0 താപ്പോട്ട് ഇറക്കി വെക്കുവാന്നോ? അല്ല. കാരണം എന്താണെന്നറിയോ? അതിനെ മേപ്പോട്ടാണ് വിടേണ്ടത് കേട്ടോ. മനസ്സിലായോ? ഇവിടെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എന്താ ഇത് മേപ്പോട്ടാണ് വിടേണ്ടത്. ഇത് എല്ലാവർക്കും തെറ്റിപ്പോകുന്നുണ്ട്, അതുകൊണ്ട് അത് തെറ്റല്ലേ കേട്ടോ. 12 3 36 ആയുള്ളൂ. അപ്പോൾ 30 12 360. അപ്പം നമുക്ക് എത്ര കിട്ടി? 30. അത് നമ്മൾ പൊട്രാക്ടർ എടുത്തിട്ട് എങ്ങനെ ചെയ്യണം? ആദ്യമേ നമ്മൾ ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കുക കേട്ടോ. എന്നിട്ട് പൊട്രാക്ടർ വെക്കാൻ ഞാൻ പഠിപ്പിച്ചേ എങ്ങനെയാ? 0യിൽ തന്നെ വെക്കണം കേട്ടോ. കറക്റ്റായിട്ട് 0യിൽ തന്നെ വെക്കണം കണ്ടോ. 0യിൽ തന്നെ വെച്ചിട്ട് 30 അപ്പം ഇവിടെ വരും അല്ലേ. വീണ്ടും ആ 30 വെച്ചിട്ട് വരച്ചോണം. കറക്റ്റായിട്ട് വരയ്ക്കണേ. 30ൽ നിന്ന് ഇങ്ങോട്ട് കേട്ടോ. വീണ്ടും ആ 30 തന്നെ വെച്ചിട്ട് 30ൽ വെച്ചിട്ട് വീണ്ടും 0 to 30. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വീണ്ടും 30 വെക്കുക. അപ്പോൾ ഇവിടെ വരും കണ്ടോ. ഇങ്ങനെ വന്നു. ഇനി നമ്മൾ എന്തോ ചെയ്യണം? ഇതൊരു എളുപ്പ വഴിക്ക് വേണ്ടി ഞാനങ്ങ് പറഞ്ഞാൽ ഇനി നമ്മൾ ഇതിനെ അങ്ങ് യോജിപ്പിച്ചാൽ മതി കുഞ്ഞുങ്ങളെ. ഇങ്ങോട്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട്, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട്. ഇവിടെ അതുപോലെ എന്താ വേണം? 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാനങ്ങ് എളുപ്പ വഴി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ 30 അല്ലേ. അപ്പോൾ ഇവിടെ എന്താ? 30. ഇവിടെ എന്താ? 30. അങ്ങനെ നമ്മുടെ സമയം പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എന്താ? ഇവിടെയും വരും ഒരു 30. അപ്പോൾ നമുക്കറിയാലോ, പൊട്രാക്ടർ വെക്കുമ്പോൾ ഇവിടെയും വരും ഒരു 30. എന്താ? ഇവിടെയും വരും ഒരു 30 അല്ലേ. അതായത് മൊത്തം എത്ര എണ്ണം വരണം? 12 എണ്ണം വരണം അല്ലേ. അപ്പം നമ്മൾ എന്തോ ചെയ്യണം? കണ്ടോ. ഇതെങ്ങനെയാണ് വരുന്നത് നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങളെ. ആദ്യം പൊട്രാക്ടർ വെക്കുക, 30 വെക്കുക. ഇത് ഞാൻ എളുപ്പ വഴിക്ക് പറഞ്ഞാൽ കാരണം നിങ്ങൾക്ക് കിട്ടും. 30 വെച്ച് 30 30 30 30 30 ഇങ്ങനെ വരുമ്പോൾ കിട്ടും കേട്ടോ. ഓക്കെ ആണോ? കാരണം നമുക്ക് വേറെ മോഡലും ചെയ്യേണ്ട. നിങ്ങൾക്ക് ഇത് പറഞ്ഞപ്പോൾ ഇത്രയും സമയം എടുത്ത് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇത് കേട്ടോ. ഇപ്പം മൊത്തം എണ്ണം ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നത്? വരയ്ക്ക് താഴെ 12. അപ്പം മൊത്തം 12 എണ്ണം ഉണ്ട്. ഇതിൽ എത്ര എണ്ണമാണ് ഷെയ്ഡ് കൊടുക്കേണ്ടത്? 5 എണ്ണത്തിന് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. 5 എണ്ണത്തിന് ഇവിടെ നിന്ന് ഇങ്ങനെ 5 എണ്ണത്തിന് ഷെയ്ഡ് കൊടുക്കുക കേട്ടോ. നമ്മുടെ സമയം അത്രയും പോകുന്നതുകൊണ്ടാവും നിങ്ങളെ. നമുക്ക് ബാക്കി കണക്കൂടെ നോക്കണ്ടേ, അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും പോകുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും 5 എണ്ണം കേട്ടോ. എത്ര എണ്ണത്തിനാണോ ഷെയ്ഡ് കൊടുക്കേണ്ടത് നോക്കിയിട്ട് വേണം കേട്ടോ. 12ൽ 5 എണ്ണത്തിന് ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. വൃത്തം വരച്ചിട്ട് വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? വൃത്തം അല്ലെ സർക്കിൾ എന്ന് കേൾക്കുമ്പോഴേ 360 കേട്ടോ. പിന്നെ താഴെ ഡിനോമിനേറ്ററിലെ ഛേദം എത്രയാണോ തന്നിരിക്കുന്നത് അതുകൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്കൊരു ആൻസർ കിട്ടും. ഇതല്ല ഏതെങ്കിലും ഒന്ന് കിട്ടും. ആ കിട്ടുന്നത് പൊട്രാക്ടർ വെച്ച് അളന്ന് ഇങ്ങനെ വരയ്ക്കുക. സർക്കിൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. ഇനി കളർ കൊടുക്കേണ്ടതാണ് മേളിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ. നമ്മുടെ ഒത്തിരി സമയം പോയി അല്ലേ. അടുത്ത രണ്ടാമത്തെ നോക്കൂ നിങ്ങളെ. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1/2ൻ്റെ 24 അംശമായ രൂപം എഴുതുക. 1/2 ഓഫ് എന്ന് വെച്ചാൽ എന്താ? 1/2 24 അംശം എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? ന്യൂമറേറ്റർ കേട്ടോ. ന്യൂമറേറ്റർ ഞാൻ എന്താ നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ടത്. 1/2 ഓഫ് 24 ന്യൂമറേറ്റർ വരുന്നത് ഏതാണെന്ന്? 1/2ൻ്റെ ആണല്ലേ ന്യൂമറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മുകളിൽ വരുന്നത്. മുകളിൽ എത്ര കുഞ്ഞുങ്ങളെ വന്നത്? 24 വരണം. അപ്പോൾ 1ൻ്റെ കൂടെ എത്ര ഇൻറ്റു ചെയ്തപ്പോഴാണ് 24 വന്നത്? നോക്കണേ കുഞ്ഞുങ്ങളെ. 1ൻ്റെ കൂടെ ഏത് 24 വെച്ച് ചെയ്തപ്പോഴല്ലേ നമുക്ക് 24 വന്നത്?
സംശയമുണ്ടോ? 1 × 24 ആണ് 24. ഏതൊരു സംഖ്യയെ 1 കൊണ്ട് ഇൻറ്റു ചെയ്താലും ആ സംഖ്യ തന്നെ അല്ലേ. അപ്പോൾ 1 × 24 ആണ് 24. അപ്പോൾ ആ 24 എല്ലാം നമുക്ക് താഴെ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇല്ലയോ? മേളിൽ എന്താണോ നമ്മളെടുത്ത് അതെല്ലാം താഴെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എത്ര? 24 × 2 48 ആണ് കേട്ടോ. 24 × 2 2 4 8 2 48. 1/3 ൻ്റെ 24 അംശമായ രൂപം എഴുതുക. എന്താവും നിങ്ങളെ? 1/3 ൻ്റെ 24 ആണ് അംശം 24. 1ൻ്റെ കൂടെ എത്ര ഇൻറ്റു ചെയ്തപ്പോഴാണ് 24 വന്നത്? 24 തന്നെയാണ് അല്ലേ. ആ 24 തന്നെ വേണം താഴെയും കൊടുക്കാൻ. അപ്പോൾ 24 × 3 എത്ര? 4 3 12 ശിഷ്ടം 1 2 3 6 72 കേട്ടോ. ഇത് മോഡലൊക്കെ ഓർത്തോണേ എങ്ങനെയാണ് വന്നതെന്ന്. 1/4 ഓഫ് 24 അംശം എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ ആണ്, ന്യൂമറേറ്റർ ഫോം കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതും കേട്ടോ? അടുത്ത 1/4 ൻ്റെ 3 വ്യത്യസ്ത രൂപങ്ങൾ എഴുതാൻ. ഈ വ്യത്യസ്ത രൂപങ്ങൾ എന്ന് കേൾക്കുമ്പോഴേ ഞാൻ നോക്കൂ നിങ്ങൾ. ഇപ്പം 1/4 ൻ്റെ വ്യത്യസ്ത രൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേബിൾ നിങ്ങൾ അറിയാവുന്നവർക്ക് എളുപ്പമാവും നിങ്ങളെ. 1 കഴിഞ്ഞാൽ എന്താ? 2 കഴിഞ്ഞാൽ എന്താ? 3 കഴിഞ്ഞാൽ എന്താ? 4 അല്ലേ. അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം, എത്ര വേണമെങ്കിലും നമുക്ക് എഴുതാം അല്ലേ. അതുപോലെ താഴെ 4 ആണ്. 4ൻ്റെ ടേബിൾ അങ്ങ് എഴുതി വെച്ചാൽ മതി. 1 4 4 2 4 8 3 4 12 4 4 16 5 4 20 അങ്ങനെ പോകും കേട്ടോ. അതാണ് 3 വ്യത്യസ്ത രൂപങ്ങൾ. ഇനി ഏതിൻ്റെ ചോദിച്ചാലും വ്യത്യസ്ത ഡിഫറൻറ്റ് ഫോംസ് കേട്ടോ. ഓരോ മോഡൽ ഓർത്തോണേ. 1/4 ഇത് ഓരോന്നും ഓർത്തോണേ കേട്ടോ. ഇത് ഡിഫറൻറ്റ് ഫോംസ് എഴുതാൻ ചോദിച്ചു. അപ്പോൾ 2/6 ഡിഫറൻറ്റ് ഫോം എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തോണേ ഉണ്ട്. അല്ലെങ്കിൽ വ്യത്യസ്ത രൂപങ്ങൾ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ആലോചിക്കേണ്ട. എന്താ? മേളിൽ 2 ഇല്ലേ. 2ൻ്റെ ടേബിൾ അങ്ങ് എഴുതുക. 2 4 6 8 10 താഴെ 6 1 6 6 6 12 3 18 4 6 24 5 6 30 കണ്ടോ. ഇത്ര എഴുതി. ഇപ്പോൾ ഡിഫറൻറ്റ് ഫോംസ് ആയി കണ്ടോ. ഇത്രയേ ഉള്ളൂ. ഇതറിയാവുന്ന കുട്ടികൾക്ക് എളുപ്പം എഴുതാൻ പറ്റും. ഡിഫറൻറ്റ് ഫോംസ് അല്ലെ വ്യത്യസ്ത രൂപങ്ങൾ ഓക്കെയാണ് കുഞ്ഞുങ്ങളെ. അടുത്തത് ലോവസ്റ്റ് ടേംസിലോട്ട് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ അറിയണം. എന്താ ലോവസ്റ്റ് ടേംസ് എന്ന് വെച്ചാൽ ചെറിയ രൂപത്തിലോട്ട് മാറ്റാൻ. 32/64 ചെറിയ രൂപത്തിലോട്ട് മാറ്റാൻ ഒന്നും ആലോചിക്കേണ്ട കുഞ്ഞുങ്ങളെ. ഇതിൻ്റെ പകുതി വീതം വെച്ച് അങ്ങ് എഴുതിയാൽ മതി. 32ൻ്റെ പകുതി എത്ര കുഞ്ഞുങ്ങളെ? 6 6 12 16 അല്ലേ. 16/64 പകുതിയോ? 32 അല്ലേ. 2 2 4 3 ഓക്കെ. ഇനി 16ൻ്റെ പകുതി എത്ര? 8 അല്ലേ. 32ൻ്റെ പകുതിയോ? 32 8 16 16 അല്ലേ. 16 അല്ലേ. 16 6 ഓക്കെ 16 ഓക്കെ. 8/16 അല്ലേ. 8ൻ്റെ പകുതി എത്ര? 4. 16ൻ്റെ പകുതിയോ? 8 അല്ലേ. 4ൻ്റെ പകുതി 2. 8ൻ്റെ പകുതി 4. 1/2 ഇത്രയേ ഉള്ളൂ കേട്ടോ ലോവസ്റ്റ് ഫോം. ഇനി ഒറ്റയടിക്ക് ടേബിൾ അറിയാവുന്നവർക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. 6ൻ്റെയും 8ൻ്റെയും ഒക്കെ ടേബിൾ അറിയാവുന്നവർക്ക് ഒറ്റയടിക്ക് ചെയ്യാം. ഇത്ര ഇനി ഒന്നും അറിയാൻ വയ്യാത്തവർക്കാണ് ഈ ലോവസ്റ്റ് ഫോം ഞാൻ കാണിച്ചത് കേട്ടോ. ചെറിയ രൂപം അല്ലെങ്കിൽ ലഘുരൂപത്തിലോട്ട് മാറ്റാൻ. 27 81 3ൻ്റെ ടേബിളിൽ വരും, 9ൻ്റെ ടേബിളിൽ വരും ഇല്ലേ. ഒരു 3 വരത്തില്ലേ കുഞ്ഞുങ്ങളെ. ഒറ്റയടിക്ക് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എത്ര കുഞ്ഞുങ്ങളെ? 22 9ൻ്റെ ടേബിളിൽ വരും. എന്താ? 3 × 9 27 ആണ്. പിന്നെ 9 × 9 27 ആണ് അല്ലേ. അപ്പോൾ ഏതാ കുഞ്ഞുങ്ങളെ? ഈ ഏതാ ഇവിടെ നിന്ന്? 3/9 അല്ലേ. 3/9 മനസ്സിലായോ? എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതി ഇത് ചെയ്യാം. ലോവസ്റ്റ് ഫോമിലോട്ട് മാറ്റുക. നിങ്ങൾ ഈ ചില സംഖ്യകൾ കാണുമ്പോൾ ഓർത്തോണം അത് ഏതിൻ്റെ ടേബിളിൽ വരുന്നത്. ടേബിൾ അറിയാമല്ലോ എല്ലാവർക്കും ഇല്ലയോ. ഇനി നോക്കിയേ 30 45 3 27 9 9 നോക്കിയേ. 30/45 30/45 ലാസ്റ്റിൽ 0 5 വന്നു കഴിഞ്ഞാൽ 5ൻ്റെ ടേബിളിൽ പറ്റും കേട്ടോ. ഏതൊരു സംഖ്യയുടെ ലാസ്റ്റിൽ 0 5 വന്നു കഴിഞ്ഞാൽ 5ൻ്റെ ടേബിളിൽ പറ്റും. നോക്കിയേ. 5 × എത്രയാ? 30 5 6 അല്ലേ. 45 5 6 5 35 45 45 45 അപ്പോൾ ഇവിടെ ഏതാ കുഞ്ഞുങ്ങളെ വന്നത്? 6 9 വലിയ ഇവിടുത്തെ 6 9 നോക്കി. അതിനെ നമുക്ക് ചെറിയതാക്കരുത്. ഇതിനും ചെറുതാക്കല്ലോ കുഞ്ഞുങ്ങളെ. 3 9 ഏതിൻ്റെ ടേബിളിൽ വരും? 3 9 1 3 3 3 3 9 അതിനെ വീണ്ടും നമുക്ക് ചെറുതാക്കാം. 1/3 വന്നു. ഇനി 6 9നെ വീണ്ടും ചെറുതാക്കരുത് കുഞ്ഞുങ്ങളെ. 3ൻ്റെ ടേബിളിൽ വരും അല്ലേ. 3 2 6 ആണ്. 3 3 9 ആണ്. നോക്കി. അതിലും ചെറുതാക്കി നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? അല്ല ഇതിൻ്റെ പകുതി എഴുതിയാലും മതി കേട്ടോ. ഇനി അറിയാൻ വയ്യാത്തവരാണ് ഇങ്ങനെ ചെയ്യാറെങ്കിൽ പകുതി ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങളെ. അതായത്
നോക്കിയേ 12, 21. 12ഉം 21 നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം 3ൻ്റെ ടേബിളിൽ വരും അല്ലേ. 3 × 4 12 3 × 7 21. ഇവിടുത്തെ നോക്കിയേ ആളാരാ 4/7. ഇത് ഏതിൻ്റെയും ടേബിളിൽ രണ്ടും വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതത്രയേ ഉള്ളൂ. അടുത്ത 45/54. 45ഉം 54 ഏതിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ നിങ്ങളെ? 45 54 ഉണ്ടല്ലേ. 9ൻ്റെ വരുന്നില്ലേ? അതെ, ടേബിൾ അറിയണം കേട്ടോ. എത്ര നിങ്ങളെ? 5 9 45 6 9 54. അപ്പോൾ ഇവിടെ ആരാ വന്നത്? 5/6. അപ്പോൾ ഇതാണ് ലോവസ്റ്റ് ഫോം. ഏതിൻ്റെ ടേബിളിൽ വരുന്നു എന്ന് നോക്കുക. അറിയത്തില്ല. ഇപ്പം 45ൻ്റെ പകുതി ഞാൻ പറയുക പകുതി ഇട് എന്ന് എപ്പോഴും ഞാൻ പറയുന്നെങ്കിലും 45ൻ്റെ പകുതി എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നിങ്ങളെ? ഇല്ല. 54 വേണേൽ പറ്റും അല്ലേ. 4 ലാസ്റ്റ് വന്നുകൊണ്ട് പറ്റും. പക്ഷേ 5 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിന്റ് വരും. അപ്പം നിങ്ങൾ ഇത് ഏതെങ്കിലും ടേബിളിൽ വരുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ നോക്കിയേ, നിങ്ങൾ 8 9ൻ്റെ ഒക്കെ ടേബിൾ ചെല്ലി നോക്കണം, അറിയാവുന്നവർക്കൊക്കെ കേട്ടോ. അപ്പോൾ 9ൻ്റെ ടേബിളിൽ വരുന്നുണ്ട്. ഇത് നോക്കിയേ 3ൻ്റെ വരുന്നുണ്ട്, ഇത് 5ൻ്റെ വരുന്നുണ്ട്, ഇത് 9ൻ്റെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ ഈ മോഡല്. 3 ലോവസ്റ്റ്. ഇനി നമ്മൾ വോളിയം നോക്കണേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വോളിയം കാണാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്, ഇല്ലയോ? അതിനെന്തെങ്കിലും സംശയമുണ്ടോ? വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താവും നിങ്ങളെ? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. നീളം ഗുണം വീതി ഗുണം ഉയരമാണ് വ്യാപ്തം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിൽ നമുക്ക് ഒന്നുകിൽ നീളം തന്നിട്ടില്ലെന്ന് വെച്ചോ, അല്ലെങ്കിൽ വിഡ്ത്ത് തന്നിട്ടില്ലെന്ന് വെച്ചോ, അല്ലെ ഹൈറ്റ് തന്നില്ല എന്ന് വെച്ചോ, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യും ഇല്ലേ? കാരണം എന്താ, ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നില്ലെങ്കിൽ നമുക്ക് വോളിയം തരും കേട്ടോ. എന്തായാലും നിങ്ങളെ വലിയ പാടുള്ള ഒന്നും തരത്തില്ല നിങ്ങളെ. വോളിയം കാണാൻ ഇത് 3ഉം കൂടി ഗുണിക്കുവാന്ന് നമുക്കറിയാം, സംശയമില്ലല്ലോ. നീളവും വീതിയും ഉയരവും കൂടെ ഗുണിക്കുക, അതായത് L ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കിട്ടുമെന്ന് നമുക്കറിയാം. പക്ഷേ ഇതിലേതെങ്കിലും ഒന്നും നമുക്ക് തന്നില്ല എന്ന് വെച്ചു. അപ്പോൾ വിഡ്ത്ത് നമുക്ക് തന്നില്ല. വിഡ്ത്ത് തന്നില്ലെങ്കിൽ നമുക്ക് ആരെ തരും? വോളിയത്തിനെ തരും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? ആ വോളിയത്തിനെ തന്നിരിക്കുന്ന എന്താണോ അതുകൊണ്ട് അങ്ങ് ഇൻറ്റു ചെയ്യണം. ആ വോളിയത്തിനെ, ആ വ്യാപ്തത്തിനെ തന്നിരിക്കുന്ന. അപ്പോൾ ഇപ്പം നീളം തന്നില്ലെങ്കിൽ വിഡ്ത്തും ഹൈറ്റും തരും, അത് ഇൻറ്റു. ഇനി വിഡ്ത്ത് ആണെങ്കിൽ വോളിയം തരും, ലെങ്തും ഹൈറ്റും തരും. അപ്പോൾ അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യണം കേട്ടല്ലോ. വോളിയത്തിനെ ലെങ്തും ഹൈറ്റും കൊണ്ട് കണ്ടോ. ഈ ഇക്വേഷൻ നല്ലതുപോലെ പഠിക്കണം കേട്ടോ. ഇനി ഹൈറ്റ് ആണെങ്കിലോ വോളിയം തരും. വോളിയം ഏത് ചോദിച്ചാലും വോളിയം മുകളിൽ എഴുതിക്കോണം കേട്ടോ. വരയ്ക്ക് മുകളിലാണേ വോളിയം, വരയ്ക്ക് താഴെ പിന്നെ നമുക്ക് എന്താണോ തന്നിട്ടുള്ളത് അത് എഴുതുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? ഇത് നിങ്ങൾ നല്ലപോലെ ബോക്സ് ഇട്ട് എഴുതി പഠിക്കണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ചോദ്യം നമുക്ക് നോക്കാം. നോക്കിയാൽ വുഡൻ ബ്ലോക്ക് ഓഫ് ലെങ്ത് 9 സെൻറ്റിമീറ്റർ, ലെങ്ത് 9 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 4 സെൻറ്റിമീറ്റർ, വോളിയം 180 ക്യൂബിക് സെൻറ്റിമീറ്റർ. നോക്കണേ, ക്യൂബിക് സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ ഹൈറ്റ് കണ്ടുപിടിക്കാൻ അല്ലേ? ഈ ഇക്വേഷൻ പഠിച്ചവർക്ക് അറിയത്തില്ലേ ഹൈറ്റ് കണ്ടുപിടിക്കാൻ? എന്താ നടക്കുന്ന ഹൈറ്റ് കാണുന്ന ഇക്വേഷൻ എന്താവും നിങ്ങളെ? അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ അത് എഴുതി വെക്കണം. എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ടോ നിങ്ങളിവിടെ? എന്തൊക്കെ തന്നിട്ടുണ്ട്? വോളിയം തന്നിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് വോളിയം എന്ന് വെച്ചാൽ വ്യാപ്തം എഴുതിയെടുത്തോണ്ടാവും നിങ്ങൾ കേട്ടോ. ഞാൻ ഇംഗ്ലീഷ് പറയുന്നെങ്കിൽ മലയാളവും പറയുന്നുണ്ട്, അത് നിങ്ങളങ്ങ് എഴുതണേ. നമുക്ക് സമയം എന്ന് വെച്ചാൽ എല്ലാ പാടും ഓടിയെത്തണ്ടേ. വോളിയം എന്ന് വെച്ചാൽ വ്യാപ്തമാണ്, അത് നമുക്ക് 180 ക്യൂബിക് സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. ലെങ്ത് തന്നിട്ടുണ്ട് ഇവിടെ LENG. ലെങ്ത് എന്ന് വെച്ചാൽ നീളം അല്ലേ, നീളം തന്നിട്ടുണ്ട് 9 സെൻറ്റിമീറ്റർ. വിഡ്ത്ത് എന്ന് വെച്ചാൽ വീതി തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ. ഇനി എന്താ തന്നെ? ഒന്നുമില്ല. അപ്പോൾ എന്തോ കണ്ടുപിടിക്കാനാണ്? ഫൈൻഡ് ദ ഹൈറ്റ് അല്ലേ. ഹൈറ്റ് എന്ന് വെച്ചാൽ ഉയരം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഹൈറ്റ് കാണുന്ന ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. വോളിയം ബൈ തന്നിരിക്കുന്ന രണ്ടെണ്ണം ഏതൊക്കെയാണ് നിങ്ങളെ? വോളിയം ബൈ L ഇൻറ്റു W അല്ലേ, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. വോളിയം എത്ര? 180 ബൈ 9 ഇൻറ്റു 4. 180 ബൈ 9 4 36. ഇതിനെ വല്ലതും ചെയ്യാൻ പറ്റുമോ നിങ്ങളെ? 180നെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നിങ്ങൾക്ക് ഇങ്ങനെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പകുതി ചെയ്യണം കേട്ടോ. അതാ ഞാൻ മുമ്പ് പറഞ്ഞേ, അറിയത്തില്ല. അപ്പോൾ 180ൻ്റെ പകുതി എത്ര ആവും നിങ്ങളെ? 180 9 90 ആണല്ലേ. 90 ബൈ 36ൻ്റെ പകുതിയോ 18 അല്ലേ, 18. ഇനി 90ൻ്റെ പകുതിയോ? 90ൻ്റെ പകുതി എത്ര ആവും നിങ്ങളെ? 45 അല്ലേ. 18ൻ്റെ പകുതി എത്ര? 9 അല്ലേ. ഇനി 45 9 ഏതിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ? ഉണ്ട്, 9ൻ്റെ ടേബിളിൽ വരുന്നുണ്ട്. 5 9 45. അപ്പോൾ 5 സെൻറ്റിമീറ്റർ കേട്ടോ. സെൻറ്റിമീറ്റർ വന്നത് എന്തുകൊണ്ടാണ്?
എന്താ ഉണ്ടാവും നിങ്ങളെ ഇവിടെ ഹൈറ്റ് അല്ലേ, ഹൈറ്റ് എല്ലാം നോക്കി ലെങ്ത് 9 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 4 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഉയരം എന്താ 5 സെൻറ്റിമീറ്റർ. ഇങ്ങനെ ഒന്ന് വന്ന് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ അറിയത്തില്ല, 180നെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഒരു എളുപ്പ വഴിയാവും നിങ്ങളെ എന്താ അതിൻ്റെ പകുതി 180ൻ്റെ പകുതി 90, 36ൻ്റെ പകുതി 18, 90ൻ്റെ പകുതി 45, 18ൻ്റെ പകുതി 9. ഇനി ഇത് 45 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിർത്തി 5 5 5 വന്നു കഴിഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് താഴെ തരുന്ന സംഖ്യയെ ഡിവൈഡ് ചെയ്യും 9 വെച്ച്. 45നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം, അതായത് 9ൻ്റെ ടേബിളിൽ 5 9 45 5 സെൻറ്റിമീറ്റർ. കേട്ടോ, നല്ലപോലെ മനസ്സിലാക്കി പഠിക്കണേ. ഞാനൊരു ഇച്ചിരി സ്പീഡിൽ പോകുന്നത് ഇതെല്ലാം എഴുതണ്ടേ, അതുകൊണ്ട് കേട്ടോ. അടുത്ത 6 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 50 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു തറയുടെ വ്യാപ്തം എത്ര ഘന സെൻറ്റിമീറ്റർ ആണ്? അത് നല്ലപോലെ ഒന്ന് നോക്കണേ നിങ്ങൾ കേട്ടോ. എന്തൊക്കെയാ? 6 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 50 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു തറയുടെ വ്യാപ്തം. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ക്യൂബിക് മീറ്റർ ഓഫ് എ പ്ലാറ്റ്ഫോം? 6 മീറ്റർ ലോങ് എന്ന് വെച്ചാൽ നീളമാണേ, 1 മീറ്റർ വൈഡ് എന്ന് വെച്ചാൽ വീതിയാണേ, 50 സെൻറ്റിമീറ്റർ ഹൈറ്റ്. കണ്ടോ? ഇനി നിങ്ങൾക്ക് ചാടിക്കയറി നിങ്ങൾ ഒരു കണക്ക് തന്നാൽ ചാടിക്കയറി ചെയ്യരുത്. എന്താണെന്നറിയാമോ? എല്ലാ മീറ്ററിലാണോ എന്ന് നോക്കണം, എല്ലാ സെൻറ്റിമീറ്ററിലാണോ എന്ന് നോക്കണം, എല്ലാം ലിറ്ററിലാണോ, എല്ലാം ഒരേപോലെ ആണോ എന്ന് നോക്കണം കുഞ്ഞുങ്ങളെ കേട്ടോ. ചാടിക്കയറി ചെയ്യരുത്. ഇവിടെ നോക്കിക്കേ, ലെങ്ത് തന്നിട്ടുണ്ട്. ലോങ് എന്ന് വെച്ചാൽ ലെങ്ത് ആണ് കേട്ടോ. ലെങ്ത് മീൻസ് നീളം കേട്ടോ. നീളം എത്ര തന്നെ? 6 മീറ്റർ ആണ്. ഇനി വിഡ്ത്ത് തന്നിട്ടുണ്ട് അല്ലേ. വിഡ്ത്ത് എന്ന് വെച്ചാൽ വീതി എത്ര? 1 മീറ്റർ ആണ്. ഹൈറ്റ് തന്നിട്ടുണ്ടോ നിങ്ങളെ? ഇവിടെ ഹൈറ്റ് എത്ര വന്നേക്കുന്നത്? 50 സെൻറ്റിമീറ്റർ ആണ്. നോക്കിക്കേ, ഇത് മീറ്ററാണ്, ഇത് മീറ്ററാണ്, പക്ഷേ ഇത് സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഒന്നുകിൽ ഇതിനെ നമ്മൾ മീറ്റർ ആക്കണം, അല്ലെങ്കിൽ ഇതിനെ സെൻറ്റിമീറ്റർ, എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം. അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 100 സെൻറ്റിമീറ്റർ ആണെന്ന് കേട്ടോ. ഇതൊക്കെ പഠിച്ച് വെച്ചേക്കണേ. 1 മീറ്റർ എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്റർ. അപ്പോൾ 6 മീറ്റർ എത്രയാവും നിങ്ങളെ? 600 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ നമ്മൾ അതിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റിയില്ലേ, അപ്പോൾ അത് ഓക്കെ അല്ലേ. ഇനി 1 മീറ്റർ എന്നാൽ എത്ര? ഇപ്പം നമ്മൾ പറഞ്ഞോളൂ എത്ര? 100 സെൻറ്റിമീറ്റർ. അപ്പോൾ എല്ലാവരും സെൻറ്റിമീറ്ററിലായില്ലയോ? ഇനി അതിനടി വേണ്ടല്ലോ, ഞാനങ്ങ് മീറ്ററിലാണ്, ഞാനങ്ങ് സെൻറ്റിമീറ്ററിലാണ്, അങ്ങനെയുള്ള അടി വേണ്ടല്ലോ, അടി ഒഴിവായേ, 3 പേരെ ഒരുപോലെ ആക്കിയേ. ഇനി നമുക്ക് വോളിയം ചെയ്താൽ മതി, കാരണം 3 തന്നിട്ടുണ്ട്. വോളിയം ഈസിക്കൽ ടു L ഇൻറ്റു B ഇൻറ്റു ഈ വിഡ്ത്തിന് ബ്രെഡ്ത്ത് എന്ന് തന്നാലും വീതിയാണേ കുഞ്ഞുങ്ങളെ കേട്ടോ. വിഡ്ത്തിന് ബ്രെഡ്ത്ത് എന്നായിരിക്കും ചിലപ്പം തരുന്നത്. അയ്യോ അത് ഞങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറയല്ലേ കേട്ടോ. അപ്പോൾ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് അല്ലേ എത്രയൊക്കെയാണെന്ന് നോക്കിക്കേ. 600 ഇൻറ്റു 100 ഇൻറ്റു 50 പെട്ട് ഇല്ലയോ? ഈ 0 എല്ലാം കൂടെ എന്തോ ചെയ്യും മീറ്റർ. ഓക്കെ, നമുക്ക് ഈ 0 എല്ലാം അങ്ങ് പറക്കി കളഞ്ഞ് ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 1 നിങ്ങളെ 0 എല്ലാം ഇച്ചിരി നേരത്തേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിനെ ചെയ്യുക. എത്ര 0 ഉണ്ട്? 2 4 5 0. എന്നിട്ട് ബാക്കിയുള്ളതിനെ ഇൻറ്റു ചെയ്യുക. 6 1 5 ഒരു 6 ഒരു 6 അല്ലേ. 6 ഇൻറ്റു 5 5 6 30 കേട്ടോ. എത്ര നിങ്ങളെ? 30. അപ്പോൾ ആ 30 അങ്ങ് എഴുതുക. മനസ്സിലാവുന്നുണ്ടോ? 6 ഇൻറ്റു 1 6, 6 ഇൻറ്റു 5 6 ഇൻറ്റു 5 30. അത് എഴുതി. ഇനി നമ്മൾ എത്ര എണ്ണത്തിനെ എടുത്ത് കളഞ്ഞത്? 2 4 5. അതിനെ പറക്കിയത് 1 2 3 4 5 കേട്ടോ. അപ്പോൾ മൊത്തം എത്ര? 6 0 വരും. 1s 10s 100 1000 10,000 ലാക്ക് 10 ലാക്ക് 30 ലക്ഷം കേട്ടോ. ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ ഓക്കെ ആണോ? ഇതൊക്കെ അതായത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ മീറ്ററിലായിരിക്കും, ചിലപ്പോൾ സെൻറ്റിമീറ്ററിലായിരിക്കും. അതൊക്കെ നോക്കിയിട്ട് വേണം എഴുതാൻ. ചാടി കയറി അങ്ങ് എഴുതി വെക്കരുത് കേട്ടോ. ചോദ്യം സെൻറ്റിമീറ്ററിലാണോ എല്ലാം, മീറ്ററിലാണോ എല്ലാം, ലിറ്ററിലാണോ എല്ലാം. ചിലപ്പോൾ ഇതൊക്കെ മാറ്റി ലിറ്ററിൽ കിലോയിലും ഒക്കെ തരും. അപ്പോൾ അതെല്ലാം ഒരേപോലെ അവരെ കൊണ്ടുവരണം കേട്ടോ. കൊണ്ടുവന്നിട്ടേ ഈ വോളിയം കാണാം. എന്തായാലും നേരെ നിങ്ങൾ 5 4 3 കൂടെ തന്നിട്ട് വോളിയം കണ്ടുപോവാ എന്ന് പറയത്തില്ല. എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഇടും കേട്ടോ. അത് നിങ്ങൾ ഓർത്തോണം. അപ്പോൾ മീറ്ററിനെ നമ്മൾ സെൻറ്റിമീറ്റർ ആക്കുക കേട്ടോ. ഓക്കെ ആണോ നിങ്ങൾ? നമുക്ക് അത്രയും സമയം നമ്മളിതെല്ലാം ഓൾറെഡി പറഞ്ഞതാ. അപ്പം നോക്കിയേ, ഇനി നമ്മൾ അടുത്ത ഓരോ മോഡലുകളായിട്ട് പറയുന്നത് കേട്ടോ. ഇനി നോക്കൂ നിങ്ങളിവിടെ 1/10 3/10. അതായത് ഡിനോമിനേറ്റർ എന്ന് വെച്ചാൽ ഛേദം ഒരുപോലെയാണെങ്കിൽ അതിനെ അതുപോലെ എഴുതി വെക്കുക കേട്ടോ. ഛേദം ഒരുപോലെയാണെങ്കിൽ അതിനെ അതുപോലെ അങ്ങ് എഴുതി വെക്കുക. 10 ഈ 10ഉം 10 ഒരുപോലെ ആയതുകൊണ്ട് 10. നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഫില്ലപ്പിനോ വല്ലോ ഇങ്ങനെ ചോദിച്ചാലോ
ഒരുപോലെ ആയതുകൊണ്ടാണ് അത് അതുപോലെ എഴുതുന്നത് കേട്ടോ. ഇനി 1ഉം 3ഉം 1 + 3 എത്ര? 4/10. 4/10. ഇനി ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കി എഴുതിക്കോ നിങ്ങൾ കേട്ടോ. 4ൻ്റെ പകുതി എത്ര? 2. 10ൻ്റെ പകുതി എത്ര? 5. ഓക്കെ, ഇത്രയും മതി. ഇനി അതിനെ ചെറുതാക്കാൻ പറ്റത്തില്ല. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഈ ഡിനോമിനേറ്റർ സെയിം ആണോ? ഓക്കെ, അതുപോലെ എഴുതുക. 3 + 3 ഇനി എഴുതണ്ടല്ലോ. 3 + 3 = 6. ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ? പറ്റും അല്ലേ. 6ൻ്റെ പകുതി 3, 8ൻ്റെ പകുതി 4. ഓക്കെ, അടുത്ത 12 12 രണ്ടിടത്തും ഒരുപോലെ. അപ്പോൾ 12. നോക്കിയേ, 7ഉം 5ഉം 7 8 9 10 11 12. കണ്ടോ? 12/12 എന്താവും നിങ്ങളെ? 1 ആണ് കേട്ടോ. ഞാനത് പറയാൻ മറന്നുപോയി. അത് ഞാൻ നോക്കൂ നിങ്ങൾ, ഏതൊരു സംഖ്യ ഇപ്പോൾ 12/12 = 1 ആണ്. 100/100 = 1 ആണ്. 5/5 = 1 ആണ്. ഇത് നല്ലതുപോലെ അറിയണം കേട്ടോ. ഏതൊരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താലും 1 ആയിരിക്കും. ഏതൊരു സംഖ്യയെ അതേ സംഖ്യ തന്നെ കൊണ്ട് ഡിവിഷൻ അല്ലേ, ഭാഗിച്ചാലും 1 ആയിരിക്കും. ഓക്കെ ആണോ? സംശയമില്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അഡീഷനാണ് അല്ലേ, കൂട്ടാനാണ് പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ കുറയ്ക്കാനാണെങ്കിലും ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ അതിനെ അതുപോലെ എഴുതി വെക്കുക. ഓക്കെ, 6 - 3 6ൽ നിന്ന് 3 പോലെ എത്ര നിങ്ങളെ? 3/10. ഈ 3/10 ഏതിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമ്മൾ അതുപോലെ എഴുതി. 5ൽ നിന്ന് 2 പോയാൽ 3 ആണ്. ഇതും ഏതെങ്കിലും ടേബിളിൽ വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത്രയും നിൽക്കട്ടെ. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ, ഇത് ഡിനോമിനേറ്റർ ഒരുപോലെ, അതായത് ഛേദം ഒരുപോലെ വന്നാൽ എങ്ങനെ ചെയ്യും? അങ്ങനെയാണെങ്കിൽ നോക്കിയോ നിങ്ങളെ, ഛേദം ഡിഫറൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഡിനോമിനേറ്റർ ഡിഫറൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചാനൽ കണ്ടവർക്കറിയാം പല രീതിയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ഒന്നുകിൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം, ഓർമ്മയുണ്ടോ? ക്രോസ് മൾട്ടിപ്പിൾ. അല്ലെങ്കിൽ ദണ്ട് ഇങ്ങനെ ചെയ്യാം. എന്താണെന്നറിയോ? ഇപ്പോൾ 1/4 ഫസ്റ്റ് നമ്പറിനെ എടുത്തെഴുതുക. ഫസ്റ്റ് നമ്പറിനെ എടുത്തെഴുതിയിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് താഴെ കിടക്കുന്ന സംഖ്യ 5 അല്ലേ? മനസ്സിലാക്കണേ നിങ്ങളെ. ഫസ്റ്റ് ഇതെടുത്ത് എഴുതുക. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന സംഖ്യയുടെ ഡിനോമിനേറ്റർ 5. ആ 5 വെച്ച് രണ്ടിനെയും ചെയ്യുക. 1 × 5 5, 4 × 5 20. ഇനി രണ്ടാമത്തെ 2/5 എഴുതുക. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ഡിനോമിനേറ്റർ വെച്ച് ചെയ്യുക. അപ്പോൾ 2 × 4 8, 5 × 4 20. നോക്കിക്കേ, 5/20 + 8/20 = 13/20. മനസ്സിലായോ? ഇനി നമുക്ക് ഇതിനെ ഞാൻ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ ഞാൻ പഠിപ്പിച്ചായിരുന്നു അല്ലേ. +2/5. നോക്കൂ നിങ്ങളെ, ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യുക, ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യുക. അതായത് 1 × 5 + 2 × 4 4 × 5. 1 × 5 5 + 2 4 8/5 4 20. ഓക്കെ, 8 5 13/20. ഓർമ്മയുണ്ടോ? ഏത് രീതി വേണമല്ലോ. ഇതാണ് കൂടുതൽ സ്ഥലത്തും ചെയ്തിരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഇതാ കാണുന്നത് നിങ്ങളെ. ഏത് രീതി ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. മനസ്സിലായോ? ഇതിലെ കണക്കൊന്നും കൂടി വേണോ നിങ്ങളെ? അതായത് ഞാൻ തന്നെ ഒരെണ്ണം തരാം. നോക്കിയേ, 2/6 + 3/5 കണ്ടോ? അതായത് അവർ ആദ്യം പറഞ്ഞ എന്താണെന്ന് നോക്കിക്കേ. 2/6 അതുപോലെ എഴുതുക. എന്നിട്ട് തൊട്ട് അപ്പുറത്ത് കിടക്കുന്ന ഇത് 5 വെച്ച് ചെയ്യുക. 5 അല്ലേ അവിടെ കിടന്നത്? നോക്കിക്കേ. അപ്പം 2 × 5 10, 6 5 30 അല്ലേ. ഓക്കെ, അടുത്തത് 3/5 എഴുതുക. തൊട്ടിപ്പുറത്ത് കിടക്കുന്ന 6 വെച്ച് ചെയ്യുക. 6 3 18 5 6 30. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 10/30 + 18/30 = 28/30 കിട്ടി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇനി അങ്ങനെയാണെങ്കിൽ ക്രോസ് മൾട്ടിപ്പിൾ നമുക്ക് നോക്കാം. 2/6 + 3/5. ക്രോസ് മൾട്ടിപ്പിൾ ഇങ്ങനെ അതായത് 2നെ 5 ചെയ്യുക പ്ലസ് 3നെ 6 ചെയ്യുക ബൈ 6നെ 5 ചെയ്യുക. 2 × 5 10, 2 × 5 10 പ്ലസ് 3 × 6 18 ബൈ 5 × 6 30. 18 10 28/30. കണ്ടോ? എങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലായത് ആ രീതി യൂസ് ചെയ്യുക. നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് നമ്മളത് ഒരുപാട് രീതിയിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഏതാണോ മനസ്സിലാവുന്ന ആ രീതി യൂസ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? അത്രയേ ഉള്ളൂ? അത്ര എഴുതിയുള്ളൂ അല്ലേ?
അപ്പം ഇത് ഇത്രയും ഓക്കെ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം. അതായത് നിങ്ങൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ എന്താ ഒരേ ഡിനോമിനേറ്റർ ആണെങ്കിൽ അത് അതുപോലെ എന്താണോ ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്തു വെക്കുക. മൈനസ് കൂട്ടാനാണെങ്കിൽ കൂട്ടി വെക്കുക, കുറയ്ക്കാനാണെങ്കിൽ കുറച്ച് വെക്കുക. ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ എന്താ ഒന്നുകിൽ തൊട്ടടുത്ത് കിടക്കുന്ന ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ കൊണ്ട് ചെയ്യുക. ഇതാണെങ്കിൽ ഇത് വെച്ച് ചെയ്യുക, ഇതാണെങ്കിൽ ഇത് വെച്ച് ചെയ്യുക. കണ്ടോ, കാണുമ്പോൾ മനസ്സിലാവും. ഏത് രീതി വേണമെങ്കിലും ഉപയോഗിക്കുക. ഇനി ഇൻറ്റു ആ നിങ്ങളോട് ചോദിക്കുന്നെങ്കിലോ നിങ്ങളെ നോക്കിക്കേ, 2/4 ഇൻറ്റു 3/5 എന്നാ ചോദിക്കുന്നെങ്കിലോ ഒന്നും ആലോചിക്കേണ്ട, എളുപ്പമുള്ളൊരു പണിയെ ഇൻറ്റു. 2 × 3 6, 5 × 4 20, ഇത്രയേ ഉള്ളൂ. 2 × 3 6, 5 × 4 20, ഇത്രയേ ഉള്ളൂ. നിങ്ങളൊന്നും ആലോചിക്കണം. ഇനി പിന്നെ മിക്സർ ഫ്രാക്ഷൻ ഉണ്ട് കേട്ടോ, 2 4/10. ഇതിനെ നമ്മൾ മിക്സർ ഫ്രാക്ഷൻ എന്നാണ് പറയുന്നത്. ഇതുപോലെ ഏതൊരു കണക്ക് ചോദിച്ചാലും നിങ്ങൾ എന്താകും നിങ്ങൾ ചെയ്യേണ്ടത്, താഴെ കിടക്കുന്ന സംഖ്യയെ ഇൻറ്റു ചെയ്യുക, മുകളിൽ കിടക്കുന്ന സംഖ്യയെ കൂട്ടുക. താഴെ കിടക്കുന്ന സംഖ്യയെ ഇൻറ്റു ചെയ്യുക, മുകളിൽ കിടക്കുന്ന സംഖ്യയെ കൂട്ടുക. ബൈ ഈ താഴെ എന്താണോ കിടക്കുന്നത് അത് അതുപോലെ എഴുതുക. സംഖ്യ മനസ്സിലായോ? എപ്പം മിക്സർ ഫ്രാക്ഷൻ ചോദിച്ചാലും താഴെ കിടക്കുന്ന മീൻസ് ഇത് കേട്ടോ, സംഖ്യയെ ഇൻറ്റു ചെയ്യുക, മുകളിൽ കിടക്കുന്ന സംഖ്യയെ കൂട്ടുക. അപ്പോൾ നോക്കിയേ, 2 × 10 20, 20 + 4 24/10. നോക്കിക്കേ, എപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടുമ്പോഴും ന്യൂമറേറ്റർ മീൻസ് അംശം വലുതും ഛേദം ചെറുതും ഒരിക്കലും വരത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റിയിട്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ. 10 എത്ര, 2 10 20, ബാലൻസ് 4. അപ്പോൾ നമ്മൾ ഈ 10നെ അതുപോലെ തന്നെ എഴുതുക, കോഷ്യൻറ്റിനെ ലെഫ്റ്റ് സൈഡിൽ എഴുതുക, റിമൈൻഡറിനെ മേളിൽ കൊടുക്കുക. ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ ആണോ? ഒരെണ്ണോടെ പറയണോ നിങ്ങളെ. ഇപ്പം 3 5/10 കേട്ടോ. ഇനി ഈ 10 തന്നെ ആവണമെന്നില്ല, ഞാനൊരു 40 ആക്കിക്കോട്ടെ കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതും, 3 × 40 + 5 /40. 40 എവിടുന്ന് വന്നേ, ഈ 40 കേട്ടോ. ഈ ടിക്ക് നമ്മൾ എടുത്തില്ല, ഇങ്ങനെ അത് ഓർത്താൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇവിടോട്ട്, അവിടുന്ന് പ്ലസ് ഇങ്ങോട്ട്. പ്ലസ് ഏതാണെന്നറിയാമോ, മേളിൽ കിടക്കുന്നതാണ് പ്ലസ്, താഴെ കിടക്കുന്ന ഇൻറ്റു, സൈഡിൽ കിടക്കുന്ന 3. അപ്പം 3 × 40 120, 120 + 5/40, 125/40. കണ്ടോ, മുകളിൽ ഏതാ വന്നാൽ 125. വലിയ സംഖ്യ ഒരിക്കലും വരത്തില്ല. അപ്പോൾ നമ്മൾ 125നെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും, അതേ ഇവിടെ വരത്തുള്ളൂ കേട്ടോ. ഓക്കെ ആണേ. നമ്മുടെ സമയം ഒരുപാടാവുന്നു കുഞ്ഞുങ്ങളെ. അപ്പോൾ എക്സാമിന് ഇനി പാർട്ട് 2 വേണമെങ്കിൽ പറഞ്ഞു. ഞാൻ 1-2 കണക്കൂടെ വിചാരിച്ച കുഞ്ഞുങ്ങളെ, അപ്പോൾ ടൈം ഒരുപാടായി പോകുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും മോഡൽ മനസ്സിലായെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.